ചരിത്രം ഒരിക്കലും മറക്കില്ല ബീഹാറിനെ. രാജ്യത്തിൻ്റെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ കോളിളക്കം സൃഷ്ടിച്ച രാഷ്ട്രീയ കൊടുങ്കാറ്റുകളിൽ കടപുഴക്കിയ ചരിത്രവും അധികാരത്തിലേറ്റിയ ചരിത്രവും ഒരിക്കലും മറക്കാനാവില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിന്. പറഞ്ഞു വരുന്നത് പുതിയ കാലത്തിൽ രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ്റെ നീക്കത്തെക്കുറിച്ചാണ്. ആ നീക്കത്തിന് പിന്നിൽ തൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധി കൈക്കൊണ്ട ഒരു തന്ത്രമുണ്ട്. അത് പറയുന്നതിന് മുൻപ് ബീഹാറിൻ്റെ മണ്ണിനെ ഉഴുതുമറിച്ചുകൊണ്ട് രാഹുൽ ബീഹാറിൻ്റെ ഗ്രാമങ്ങളിൽ ഉഴുവുചാലുകൾ തീർത്ത് കോൺഗ്രസ് പതിരുകളില്ലാത്ത വിത്തുകൾ പാകി അവിടെ തഴച്ചു വളർന്ന കോൺഗ്രസ് ഫലങ്ങൾ ബീഹാർ രാഷ്ട്രീയത്തിൽ പുതിയ കുതിപ്പ് നടത്തിയത് എങ്ങനെയെന്ന് നോക്കാം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റമായ ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ബീഹാറിൻ്റെ മണ്ണിലേക്ക് നഗ്നപാതനായി നടന്നു കയറിയത്. അവിടെ വളർന്നു പന്തലിക്കുന്ന വിവാദങ്ങൾക്കിടയിലും മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മഹാഗഠബന്ധനിൽ ഭിന്നതകളെന്ന അപവാദങ്ങൾക്കിടയിലും രാഹുൽ ഗാന്ധിയുടെ ഈ തന്ത്രങ്ങൾ ഫലം കാണുന്ന കാഴ്ചയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുലിൻ്റെ വോട്ട് അധികാർ യാത്രയിൽ പ്രസരിച്ച തീവ്ര ഐക്യം കണ്ട് NDA ഒന്ന് പകച്ചു എന്നതാണ് സത്യം. ആദ്യം രാഹുലിൻ്റെ ചലനം JDU BJPയിൽ വിള്ളലുകൾ തീർത്തു. പിന്നെ നിതീഷിൻ്റെ ചിന്തയിൽ BJPയോടുള്ള വൈരം ആളിക്കത്തിച്ചു. അത് BJP പാളയത്തിൽ അങ്കലാപ്പ് സൃഷ്ടിച്ചു. മോദി സംശയദൃഷ്ടിയോടെ നിതീഷിനെ നിരീക്ഷിക്കുന്ന അവസ്ഥയിലും എത്തിച്ചു. ഇന്നും നിതീഷിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ മോദി തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഒരു ഡെമോക്രസിൻ്റെ വാൾ NDAയുടെ തലയ്ക്ക് മീതെ എന്നുമുണ്ട്. തുടർന്നവിടെ ബീഹാറിൽ ഹിന്ദുസ്ഥാനി ആവാം മോർച്ച നേതാവും മുൻ ബീഹാർ മുഖ്യമന്ത്രിയുമായ ജിതിൻ റാം മാഞ്ചിയും പിന്നാലെ ലോക ജനശക്തി പാർട്ടി ചിരാഗ് പാസ്വാനും രാഷ്ട്രീയ ലോക് മോർച്ച നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ഉപേന്ദ്ര കുശ്വായും ഒക്കെ സീറ്റുകളിൽ കൊതിക്കറവ് മൂത്ത് പൊട്ടിത്തെറിച്ചിരുന്നു. NDAയ്ക്കകത്ത് ധാരണ ഉണ്ടായി, NDAയിലെ പ്രശ്നങ്ങൾ തീർന്നു എന്ന് പുറത്തു പറയുന്നുവെങ്കിലും പുകയുന്ന അഗ്നിപർവ്വതമായി നിൽക്കുകയാണ് ഇപ്പോഴും NDA. എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്ക് കാരണമായിട്ടുണ്ട് ബീഹാർ. എക്കാലത്തും ലോകം കണ്ട ശക്തയായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി എന്ന ഉരുക്കു വനിതയുടെ പതനത്തിൻ്റെയും തിരിച്ചുവരവിൻ്റെയും വേദിയാണ് ബീഹാർ. 1977 ആദ്യമായി കോൺഗ്രസിന് രാജ്യാധികാരം നഷ്ടമാവുന്നു. പിന്നീട് ഒരു തിരിച്ചുവരവിൻ്റെ കുതിച്ചുചാട്ടം 1980 സംഭവിക്കുന്നു. ബീഹാറിലെ ബെൽച്ചിയിൽ ദളിതൻ്റെ മേൽ അതിക്രൂരമായ ആക്രമണം സവർണർ അഴിച്ചുവിട്ട് ദളിത് കൂട്ടക്കൊല അവിടെ നടക്കുകയാണ്. കത്തി നിൽക്കുന്ന ബീഹാർ, കലുഷിതമായ ബീഹാർ, അവിടേക്ക് ഇന്ദിരാഗാന്ധി എത്തുകയാണ്. ഒരു കാര്യം ഓർക്കുക, 2.5 വർഷക്കാലമായി മണിപ്പൂർ കത്തിയെരിഞ്ഞപ്പോൾ, കലുഷിതമായപ്പോൾ തിരിഞ്ഞു നോക്കാതിരുന്ന നരേന്ദ്രമോദിയുടെ നടപടി. പക്ഷേ ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രി കർത്തവ്യബോധത്തോടെ അന്നത്തെ കലുഷിത ബീഹാറിലേക്ക് എത്തുകയായിരുന്നു. അതാണ് കോൺഗ്രസ് എന്ന് ഓർക്കണം. സധൈര്യം കലാപഭൂമി സന്ദർശിക്കാൻ കാട്ടുന്ന ആർജവം കാണിക്കുന്ന പ്രധാനമന്ത്രി. കലുഷിതമായ നാട് പോലെ തന്നെ കടുത്ത മഴയും വെള്ളപ്പൊക്കവും ഇന്ദിരാഗാന്ധിയുടെ യാത്ര തടസ്സപ്പെട്ടു. തുടർന്ന് അവർ ആനപ്പുറത്തേറി ബെൽജിയത്തിലേക്ക് വന്നു. നിലവിളിച്ചുകൊണ്ട് ദളിതർ ഞങ്ങൾക്കാരുണ്ട് ജി എന്ന് ആർത്തലച്ചപ്പോൾ, നിങ്ങൾക്ക് ഞാനില്ലേ, ഏത് ജമീന്ദാർ വന്നാലും നിങ്ങൾക്ക് ഞാനുണ്ട് പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ് അവരെ ഇന്ദിരാഗാന്ധി ചേർത്ത് പിടിച്ചു. അവരുടെ ആ നിലവിളിക്ക് മേൽ അവരെ ഇന്ദിരാഗാന്ധി പൊതിഞ്ഞു പിടിച്ചപ്പോൾ അത് ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൻ്റെ മന്ത്രമായിരുന്നു. പിന്നീട് പാട്നയിൽ അവർ ഒരു കൂടിക്കാഴ്ച നടത്തുകയും അത് ഇന്ത്യയുടെ ഇന്ദിരാഗാന്ധി ടച്ചായി മാറുകയും ചെയ്തു. ആ മന്ത്രമാണ് രാഹുൽ ഗാന്ധി ബീഹാർ ജനതയോട് മന്ത്രിച്ചത്, നിങ്ങൾക്ക് ഞാനുണ്ട് എന്ന്. അതിനുശേഷം അവിടെ രാഹുൽ തരംഗം അലയടിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തിലെ മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ മുന്നണിയിൽ നിലനിന്നിരുന്ന തർക്കങ്ങളും സീറ്റവകാശങ്ങളും ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു. ശാന്തമായി എല്ലാ കക്ഷികളും തിരഞ്ഞെടുപ്പിൽ വിജയം എന്ന ഫോർമുലയിൽ ഏകീകരിക്കപ്പെട്ടും കഴിഞ്ഞു. RJD നേതാവ് തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിർത്തി തന്ത്രപരമായ രാഹുൽ മാജിക്ക് നടക്കുകയാണ് അവിടെ. ജാതി രാഷ്ട്രീയത്തിൻ്റെ ഒരു വിളനിലമാണ് എന്നും ബീഹാർ. യാദവന്മാരും മുസ്ലിം വിഭാഗമാണ് പ്രബല ശക്തികൾ. അതുകൊണ്ട് തന്നെയാണ് യാദവ് വിഭാഗത്തിൻ്റെ പാർട്ടിയായ RJD നേതാവ് തേജസ്വി യാദവിനെ ഒപ്പം നിർത്തിയും മറ്റൊരു വലിയ വിഭാഗമായ മുസ്ലിം വിഭാഗത്തെ ഒപ്പം കൂട്ടിയും BJPയുടെ വർഗീയ ധ്രുവീകരണത്തിന് മറുപടി കൊടുക്കാൻ രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ അത് ഇരു കൈയും നീട്ടി ബീഹാർ ജനത സ്വീകരിക്കാൻ ഒരുങ്ങിയത്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും എന്ന പോലെ ബീഹാറിലും മുസ്ലിം വോട്ടുകൾ വെട്ടിമാറ്റിയതടക്കം
ന്യൂനപക്ഷങ്ങൾക്ക് മേൽ BJPയുടെ പക മൂർത്തീഭാവം പൂകുകയാണ്. ആ വർഗീയതയ്ക്ക് മേലാണ്, ആ മുറിവിലേക്കാണ് രാഹുൽ ഗാന്ധി മതേതരത്വത്തിൻ്റെ ലേപനം പുരട്ടി കടന്നു വരുന്നത്. അത് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രസരിപ്പിക്കുന്ന വിജയ മന്ത്രവും. രാഹുൽ ഗാന്ധി മോദിയെ വെല്ലുവിളിച്ച് പറഞ്ഞു വെച്ച ആ ഹൈഡ്രജൻ ബോംബിനുള്ള കാത്തിരിപ്പാണ് ഇന്ത്യൻ ജനം. 2 തവണ രാഹുൽ ഗാന്ധി ഇന്ത്യക്ക് മുന്നിൽ തെളിഞ്ഞ തെളിവോട് കൂടി കൊണ്ടുവന്ന വോട്ട് ചോരിക്ക് പിന്നാലെ ഇനി പൊട്ടിക്കാനുള്ളത് ഹൈഡ്രജൻ ബോംബാണെന്ന് പറയുമ്പോൾ മോദിയുടെ BJPയുടെയും തകർച്ചയാണ് സൂചിപ്പിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നേ അത് സംഭവിച്ചാൽ സത്യത്തിൽ രാജ്യം മോദിയുടെ ഭരണത്തിൽ എത്രമാത്രം അധഃപതനത്തിൽ എത്തിയെന്ന് ലോകം അറിയും. അത് ചരിത്രത്തിലില്ലാത്ത നാണക്കേടിൽ ഇന്ത്യയെ എത്തിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ബീഹാർ രാഷ്ട്രീയ മണ്ണിൽ രാഹുൽ ഗാന്ധിയുടെ മാന്ത്രിക കരങ്ങളാൽ രാജ്യത്തിൻ്റെ രക്ഷയാകും സംജാതമാകുക. ആ മാന്ത്രികത കോൺഗ്രസിൻ്റെ മുന്നേറ്റമാകട്ടെ. രാജ്യം വർഗീയ ശക്തികളിൽ നിന്നും മതേതരത്വത്തിൻ്റെ ബഹുസ്വരതയുടെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ സുരക്ഷിതമാവട്ടെ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.